സ്വാമിയേ ശരണമയ്യപ്പോ. അതെ അത് തന്നെ. സ്വാമി ശരണം. നമുക്ക് അധ്യക്ഷ ഭാഷണത്തിന് മുമ്പായിട്ട് നമ്മുടെ പന്തളത്ത് 2018 നമ്മുടെ നാമജപ യാത്രയുടെ ആ ധർമ്മസമരത്തിൽ ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളായ നമ്മുടെ സ്വർഗീയ ചന്ദ്രൻ ഉണ്ണിത്താൻ അവറുകളും അതുപോലെ ശിവദാസൻ ആചാരി മുളമ്പുഴയും അവരുടെ ആത്മാവിന് നിത്യശാന്തിക്കായിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിൽ സ്വാമി പാദങ്ങളിലെത്തിയ ആ ധീര പോരാളികളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ സന്യാസി വര്യന്മാരെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അണ്ണാമലൈ തമിഴ്നാട് BJPയുടെ മുൻ പ്രസിഡൻറ്റ്, അതുപോലെ ശ്രീ തേജസ്വി സൂര്യ ബാംഗ്ലൂർ MP, ഇവരെല്ലാം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ ഭക്തജനങ്ങളെ നേരിട്ട് വന്ന് വലിയ സന്തോഷത്തോടുകൂടി നമുക്ക് ഭഗവാന്റെ ആശീർവാദങ്ങൾ ലഭിച്ച് ഇന്ന് ഈ സമ്മേളനം സംപൂജ്യമാക്കി. അതിന് പ്രത്യേകം സ്വാഗത സംഘത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹത് വ്യക്തികളെ, സദസ്സിലും ഉള്ള അമ്മമാരെ, സഹോദരിമാരെ, ഭക്തജനങ്ങളെ, ആദ്യം തന്നെ ഞാൻ സ്വാഗത സംഘം പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഭക്തജനങ്ങൾ, ഭഗവാൻ ഉള്ളിടത്താണ് ഭക്തജനങ്ങൾ വരുന്നത്. നമ്മളിവിടെ കണ്ടു. 2 ദിവസം മുമ്പ് നമ്മൾ വേറെ കണ്ടു. ഭഗവാൻ എവിടെയാണോ അവിടെ ഭക്തന്മാർ വിളിക്കാതെ തന്നെ വരും. അത് മനസ്സിൻ്റെ ആത്മീയതയുടെ ആ ലക്ഷണമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടു. തീർച്ചയായും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നമുക്കറിയാം. നമ്മൾ ഈ പന്തല് കാൽ നാട്ടിയ സമയത്ത് കൃഷ്ണപ്പരുന്തീരിൻ്റെ മുകളിൽ പട്ടമിട്ട് പറന്നതും നമുക്കറിയാൻ സാധിക്കും. ശബരിമലയിൽ ധനുമാസത്തിൽ മകരജ്യോതിക്ക് അണിയുവാൻ അയ്യൻ്റെ ആഭരണങ്ങളുമായിട്ട് അച്ഛൻ പന്തളത്ത് നിന്ന് തിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണപ്പരുന്തുകൾ ഇവിടെ നിന്നും വന്ന ശേഷം മാത്രമാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ ഭക്തജന സംഗമത്തിൽ എല്ലാ ഭക്തന്മാരുടെയും മനസ്സിൽ ഒരേ വികാരം, അയ്യപ്പ ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം. ആ വികാരത്തോട് ഇവിടെ വന്നപ്പോൾ ഭഗവാൻ തീർച്ചയായും ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു. നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് 2018 നമ്മൾ കണ്ടതിൻ്റെ അതേപടി ഇന്നിവിടെ സംഭവിച്ചു. നമ്മൾ ആരും വിളിച്ചില്ല. ഒരു കുറച്ച് സമയം മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. പ്രത്യേകിച്ചും എനിക്ക് ഈ ചുമതലയിൽ ഉണ്ടായെങ്കിലും പന്തളം കൊട്ടാരത്തിൽ 2 അശുദ്ധി മൂലം എനിക്ക് കൂടുതൽ ഇതിനകത്ത് ആൾക്കാരെ വിളിക്കുവാനോ ക്ഷണിക്കുവാനോ ഒന്നും സാധിച്ചില്ല. വലിയ വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് അവർ തന്നെ അറിഞ്ഞു. ഇത് അയ്യപ്പൻ ഇവിടെ ഉള്ളപ്പോൾ പ്രത്യേക ക്ഷണമൊന്നും ആർക്കും വേണ്ട. എല്ലാവരും ഒഴുകിയെത്തി ഒരേ മനസ്സോടെ അയ്യപ്പനെ കാണുവാൻ, അയ്യപ്പൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ശബരിമലയുടെ സംരക്ഷണത്തിനും ഇനി നമ്മൾ ഉണർന്ന് 2018 എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് വന്നത് നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കുവാനും വിശ്വാസത്തിലൂന്നിയ വികസനം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സംഗമങ്ങളും സെമിനാറുകളും എല്ലാം കൂടിയത്. അപ്പോൾ അത്രമാത്രം നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ
ശബരിമലയിൽ കൂടുതൽ വികസനമൊന്നും അല്ല വേണ്ടത്. സാധാരണ ഭക്തർക്ക് അവിടെ വരുമ്പോൾ അവിടെ എല്ലാവരും ഒന്നതാണ്, എല്ലാവരും സ്വാമിമാരാണ്, എല്ലാവരും അയ്യപ്പന്മാരാണ്. അവരെ അവിടെ എത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഏറ്റവും പ്രധാനം 1 മിനിറ്റ് ഒരു സ്വാമിയെ കാണുവാനുള്ള ഒരു ഇത് കിട്ടണം, ഒരു സൗകര്യം കിട്ടണം. കൂടുതലൊന്നും അവർക്ക് വേണ്ട. അവർക്ക് AC റൂം വേണ്ട, അവർക്കൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് ഭഗവത് ദർശനം, അതിനൊരു സൗകര്യം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അയ്യപ്പസ്വാമി ശബരിമലയിൽ തപസ്സിനാണ്. ശബരിമല ആ വനസങ്കേതത്തിൽ ഒരു വനദൈവമായിട്ട് കുടികൊള്ളുവാനാണ് തപസ്സിൽ അവിടെ പോയത്. ഇന്നവിടെ വനമുണ്ടോ? എല്ലാം വെട്ടി നശിപ്പിച്ച് അയ്യപ്പൻ എന്താണോ ആഗ്രഹിച്ചത് അതിനെതിരെയാണ് 1950 ശേഷം അവിടെ നടന്ന സംഗതികൾ മുഴുവൻ. അപ്പോൾ അതൊക്കെ മാറണം. അതിനെല്ലാം നമ്മളാണ് മാറ്റേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ മാറ്റും. നമ്മൾ ഒരേ മനസ്സോടെ ശരണം വിളി, അതാണ് ആ നവാക്ഷരി മന്ത്രമാണ് നമ്മുടെ ശക്തി. ആ ശക്തിയോട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ആ ശരണം വിളിയോടുകൂടി എന്ത് തടസ്സങ്ങളെയും നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ കണ്ടതാണ് 2018 നമ്മുടെ നാമജപത്തിൻ്റെ ശക്തി. പന്തളത്ത് നിന്ന് ലോകം മുഴുവൻ സംക്രമിച്ച ആ നാമജപ ശക്തി നമ്മൾ കണ്ടതാണ്. അതിൽ പങ്കെടുത്ത് അതിലനുഭവിച്ച് ഇന്നും അതിൻ്റെ ആ വികാരം ഉള്ളിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് എന്നോടൊപ്പം അയ്യപ്പൻ എന്ന ശക്തിയും അതിനും നേതൃത്വം നൽകിയ ശശികുമാർ വർമ്മ, പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു നേതൃത്വം അന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. എല്ലാവരും സ്വാഗതം ചെയ്തപ്പോഴും ഭഗവാന്റെ ആചാരങ്ങളും സംരക്ഷിക്കുവാൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് ജീവിതം തന്നെ എന്ത് സംഭവിച്ചാലും വേണ്ടുകയില്ല. അങ്ങനെ അയ്യപ്പൻ്റെ ആചാര സംരക്ഷണത്തിനായിട്ട് നമ്മൾ കണ്ടു ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളായിട്ട് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് സ്വന്തം ജോലിയോ എല്ലാം മാറ്റിവെച്ച് എന്ത് സംഭവിച്ചാലും അയ്യപ്പൻ്റെ വിശ്വാസങ്ങൾ കാക്കും എന്ന ശക്തമായ തീരുമാനത്തിൽ ഭഗവത് വിളിയോടെ, അത് ഉൾവിളിയാണ്, ഉള്ളിലുള്ള ഭഗവാൻ. നമ്മൾ ശബരിമലയിൽ പോകുന്നത് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ഒരുമിച്ച് അവിടെ നെയ്യഭിഷേകത്തിൻ്റെ തത്വമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഉള്ളിലുള്ള ഭഗവാന്റെ നമ്മുടെ ആ ഒരു പ്രചോദനത്താലാണ് അന്ന് നമ്മളെല്ലാം മുന്നിൽ പോയത്. എന്തെല്ലാം വേദനകളും യാതനകളുമാണ് നമ്മൾ അനുഭവിച്ചത്. ലോകത്തുള്ള ഭക്തജനങ്ങളായ അമ്മമാർ അർദ്ധരാത്രിയിൽ കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിൽ വിളിക്കുന്നത്. ഞങ്ങൾക്ക് അത് ഇപ്പോഴും മറക്കാൻ പറ്റുകയില്ല, ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർക്കും. അന്ന് ഈ പാപികൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഇവർക്ക് മോക്ഷം കിട്ടില്ല. ഇവരെ എത്ര കോടി അയ്യപ്പ എന്ന് വിളിച്ചാലും ഇവർക്ക് യാതൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. അത്രമാത്രം പാപമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അയ്യപ്പ നിന്ദയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊന്നും അനുഭവിക്കാതെ പോവുകയില്ല. അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറഞ്ഞാൽ കൂടുതൽ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തീയുണ്ട്, അത് കെടില്ല. നമ്മുടെ ജീവിതാവസാനം വരെ അയ്യപ്പസ്വാമിക്ക് വേണ്ടി നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെക്കും. ആ ആചാരത്തെ നമ്മൾ സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ സ്വജീവിതം ഉപേക്ഷിക്കുവാൻ വരെ തയ്യാറായി മുന്നോട്ട് വരുന്ന ധർമ്മഭടന്മാരുള്ള രാജ്യമാണ് ഭാരതം. അതാണ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഈ അയ്യപ്പൻ്റെ പരിപാവനമായ മണ്ണിൽ നിന്ന് പറയുവാനുള്ളത്. നമ്മൾ സ്വാഗത സംഘത്തിന് തെറ്റുപറ്റി, കാരണം കുറച്ചുകൂടെ വിശാലമായ സ്ഥലം വേണമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, പന്തളത്ത് ഇതേ നമുക്ക് ലഭിച്ചുള്ളൂ. സാരമില്ല, അടുത്ത സംഗമം നമുക്ക് 1,00,000 സ്വാമിമാരെ പങ്കെടുപ്പിച്ച് പന്തളത്ത് നടത്താം. അതിനുള്ള തയ്യാറെടുപ്പ് അന്ന് ഭഗവാൻ നമുക്ക് നൽകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ അപാകതകളും എല്ലാം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങളായ നിങ്ങൾ ഭഗവാന്റെ പേരിൽ ക്ഷമിക്കണം എന്ന് മാത്രം സ്വാഗത സംഘം അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. സ്വാമി പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ.